ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലെ മനോഹരമായ കോസ്റ്റൽ ടൗൺ ആയ ലാൻഡുഡ്നോയിലേക്കാണ്. ചെറിയ മലയും കടലും കടൽപ്പാലവും ഒരു ബ്യൂട്ടിഫുൾ മെറൈൻ ഡ്രൈവും പിന്നെ ഹിസ്റ്റോറിക് ഫോർട്ടുമൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ടൗൺ ആണ് ലാൻഡുഡ്നോ. ഈ ഒരു ഫാമിലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ലിവർപൂളിൽ നിന്നാണ്. മേഴ്സി റിവറിൻ്റെ അടിയിലുള്ള ഈ ടണലിലൂടെയാണ് നമ്മൾക്ക് നോർത്ത് വെയിൽസിലേക്ക് കടക്കേണ്ടത്. കാർ വിൻഡോ തുറന്നപ്പോൾ തന്നെ ആ ഫ്രഷ് എയറിൻ്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. നോർത്ത് വെയിൽസ് ബോർഡർ കടന്നതോടെ മലനിരകളും കടൽക്കാറ്റുമൊക്കെയായി സീനറി വളരെ ഡ്രാമാറ്റിക്കായി മാറി. നല്ല ബ്യൂട്ടിഫുൾ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിങ്സും പിന്നെ ക്ലാസിക് ക്ലിഫ് സൈഡ് റോഡുമൊക്കെയുള്ള ലാൻഡുഡ്നോ ശരിക്കും നേച്ചറും നൊസ്റ്റാൾജിയും ഒന്നിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറിൻ്റെ ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ ലാൻഡുഡ്നോയിലെത്തി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് കുന്നിൻ്റെ മുകളിലുള്ള ലാൻഡുഡ്നോ സ്നോ സ്പോർട്സ് സെൻറ്ററിൻ്റെ അടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ്. ലാൻഡുഡ്നോയിൽ എത്തുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് അതിൻ്റെ ശാന്തതയാണ്. അതിൻ്റെ ടോപ്പിലെത്തിയാൽ മുഴുവൻ ലാൻഡുഡ്നോ ടൗണിൻ്റെയും ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ അവിടെ നിന്നാൽ കാണാം. ഫാമിലിയായി വരുമ്പോൾ കിഡ്സിനും എൻജോയ് ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ലാൻഡുഡ്നോയിൽ. റിലാക്സ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും പെർഫെക്റ്റ് സ്പോട്ട്. ഇവിടുത്തെ പനോരമിക് വ്യൂവിന് ശേഷം ഞങ്ങൾ പോയത് താഴെയുള്ള ഇവിടുത്തെ ഐക്കോണിക് സ്പോട്ടായ ലാൻഡുഡ്നോ പിയറിലേക്കാണ്, അഥവാ കടൽ പാലം. ഈ വിക്ടോറിയൻ സ്റ്റൈൽ കടൽപ്പാലം ഫുള്ളി ആക്റ്റീവാണ്. ഒരു സൈഡിൽ ആർക്കേഡ് ഗെയിംസ് ഷോപ്പിലെ റഷും മറു സൈഡിൽ തിരമാലകളുടെ ശബ്ദവും മുകളിൽ സീഗൾസിൻ്റെ കരച്ചിലും പിന്നെ എയർ മുഴുവൻ നല്ല ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ മണവും. ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന ഗ്രാൻഡ് ഹോട്ടൽ. പഴയ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഈ ബിൽഡിംഗ് സീ പിയറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. 158 റൂംസുമായി 1902 ബിൽഡ് ചെയ്ത ഈ ഹോട്ടൽ നോർത്ത് വെയിൽസിലെ ഏറ്റവും ലാർജസ്റ്റും ഏറ്റവും ലക്ഷറിയസുമായ ഹോട്ടലായിരുന്നു. ഇവിടെ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത അടുത്ത ഐറ്റമാണ് ഗ്രേറ്റ് ഓമിന് ചുറ്റുമുള്ള ഈ കോസ്റ്റൽ ഡ്രൈവ്. 4 മൈൽസ് നീളത്തിലുള്ള ഈ ടോൾ റോഡിൻ്റെ ഒരു സൈഡിൽ ക്ലിഫുകളും മറു സൈഡിൽ കടലുമാണ്. ഈ റൂട്ടിലെ ഓരോ ബെൻഡിലും മനോഹരമായ പോസ്റ്റ് കാർഡ് വ്യൂ ആണുള്ളത്. ഇതൊരു 1 വേ റോഡാണ്. അതുപോലെ തന്നെ ചില സ്പോട്ടിൽ ഇവിടെ ലേ ബൈസും നല്ല വ്യൂ പോയിൻറ്സും അവൈലബിൾ ആണ്. ഇവിടെ ഇറങ്ങി നമ്മൾക്ക് കുറച്ച് സമയം വ്യൂ എൻജോയ് ചെയ്യാം. വേറൊരു സർപ്രൈസ് ആയിട്ട് തോന്നിയത് ബീച്ച് സൈഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേ സീൽസ് ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ബ്രേക്കിനായി ഇറങ്ങിയ കോഫി ഷോപ്പും ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലാണ്. സൺലൈറ്റിൻ്റെ നേരിയ ചൂടും തണുത്ത സീ ബ്രീസുമൊക്കെയായി നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇതിൻ്റെ ഒരു സൈഡിൽ കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ഐറിഷ് സീ.
ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ആംഗ്ലസി ഐലൻഡ് കാണാം. ഐക്കോണിക് സ്ട്രക്ചറായ സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസ് ഒക്കെയുള്ള ഐലൻഡ്. സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസിലേക്കുള്ള റോഡ് ട്രിപ്പിൻ്റെ വേറൊരു വീഡിയോ ഞാൻ എൻഡ് സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈവനിങ്ങോടുകൂടി ഇവിടുത്തെ ലെജൻഡറി കോൺവി കാസിലെത്തി. 13-ാം നൂറ്റാണ്ടിൽ എഡ്വേർഡ് ഒന്നാമൻ ബിൽഡ് ചെയ്ത ഈ കാസിൽ വലിയ സ്റ്റോൺ വാൾസും ടവറുമൊക്കെയായി സ്ഥലത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ കണ്ട കാഴ്ച ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ഇവിടെ പിന്നെ ആഡ് ചെയ്ത ഒരു റെയിൽവേ ട്രാക്ക് കാസിലിൻ്റെ ഉള്ളിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഇതിൻ്റെ ക്ലോസിംഗ് ടൈം. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാസിലിൻ്റെ താഴെയുള്ള ഇൻഹൗസ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ്സും മാഗ്നറ്റ്സും ഒക്കെ ഷോപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.